ആരാണ് ഈ മനുഷ്യൻ എന്നുള്ള ക്യൂരിയോസിറ്റി ഇത്രയും വലിയ മനുഷ്യൻ 1982 ലോകത്തിന് ക്യൂരിയോസിറ്റി തോന്നിയോ അതായത് ഗാന്ധിജിയെ കുറിച്ച് ചിലപ്പോൾ അൺനോൺ ഫാക്ട്സ് അന്നേരം അറിഞ്ഞ ആളുകൾ ഉണ്ടാകാം. ഈ മെഴുകൽ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിനൊന്ന് റിയാക്ട് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ടുള്ള സാധനമാണ്. പൊതുവേ ഇങ്ങനത്തെ വിഷയങ്ങൾ നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഇടാത്തതാണ്. പക്ഷെ എന്നാലും ഇനി മുതൽ ഇങ്ങനത്തെ കുറച്ച് ട്രെൻഡിങ് വിഷയങ്ങളും കൂടെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നു. സോ വെൽക്കം ടു ആൻഡപ്പൻ ടോക്കീസ് ആൻഡ് ദിസ് ഇസ് RJ ആൻഡപ്പൻ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇത് പോട്ടെ. യെസ്, അപ്പോൾ അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ ആദ്യം തന്നെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതാണ് വിഷയം. ആ മെഴുകൽ ഒരുപാടായപ്പോൾ എനിക്കത് അത്ര അങ്ങോട്ട് എനിക്ക് ഡൈജസ്റ്റ് ആയില്ല. ഞാൻ വിചാരിച്ച് ഓക്കെ എന്നാൽ ഇതിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു ടേക്ക് പോകണം എന്ന് വിചാരിച്ചു. രാഷ്ട്രീയം നല്ലതാണ്, എല്ലാവർക്കും ഒരു പൊളിറ്റിക്കൽ സൈഡ് വേണം. എന്നാലാണ് എസ്പെഷ്യലി ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തിൽ നമുക്കൊരു നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയം നല്ലതാണ്. പക്ഷേ ഏതായാലും നമ്മൾ ഈ അന്ധമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതിനോട് ഞാൻ 1% പോലും യോജിക്കുന്നില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾ നേരത്തെ കണ്ട ആ ഒരു വിഷയം, ഇതിലെന്തുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ 14ാമത്തെ പ്രൈം മിനിസ്റ്റർ 2001 മുതൽ 2014 വരേക്കും ഗുജറാത്തിൻ്റെ എന്തുകൊണ്ടാണ് ഗുജറാത്തിൻ്റെ എന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അദ്ദേഹം പരാമർശിക്കപ്പെട്ടിട്ടുള്ള ആളായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മയിലേക്ക് വരുന്ന ഗാന്ധിജിയുടെ നാട്ടിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ 2001 മുതൽ 2014 വരേക്കും അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള BAയും MAയും പൊളിറ്റിക്കൽ സയൻസിൽ എടുത്തിട്ടുള്ള നരേന്ദ്രമോദിക്ക് അല്ലെങ്കിൽ മോദിജിക്ക് ഈ വിഷയത്തിൽ ഒരു അബദ്ധം പറ്റുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. അതിന് മുമ്പ് ഇതിൽ ഹിന്ദി സാധനത്തിൻ്റെ വേർഷനേക്കാളും ഇംഗ്ലീഷിലേക്ക് ഞാൻ അത് കൺവേർട്ട് ചെയ്തിട്ട് അത് എന്തായിരുന്നു എന്ന് പറയാണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറയാണ്. മഹാത്മാഗാന്ധി വാസ് എ നോബൽ സോൾ ഓഫ് ദ വേൾഡ്. Was it not our responsibility that in these 75 years people in the world know about Gandhi? Economic opportunities for no one knew about Gandhi. When the Gandhi film was made, for the first time there was a curiosity in the world about him. വളരെ ലഘുവായിട്ട് മലയാളത്തിൽ ഇതിൻ്റെ ഒരു പരിഭാഷ എന്നൊക്കെ പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമ വന്നതിന് ശേഷമാണ് ഫസ്റ്റ് ടൈം ലോകത്തിന് ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി വന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഹിന്ദിയിൽ അത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചുള്ളത്. ആ സിനിമ വന്നതിന് ശേഷമാണ് ലോകത്തിന് ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റി വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. എനിക്കിത് കേട്ട പാതി കേൾക്കാത്ത പാതി ആദ്യം ഓർമ്മ വന്നൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിലെ ചർച്ചയിലും പരാമർശിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. 1948 ആൽബർട്ട് ഐൻസ്റ്റീനും നമ്മുടെ ഗാന്ധിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, നമുക്ക് ഹിസ്റ്ററി എടുത്ത് നോക്കാം. ഈ ഹിസ്റ്ററിയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് തോന്നിയ ഒരു ചെറിയ കാര്യമുണ്ട് കേട്ടോ. അതുവരേക്കും അല്ലെങ്കിൽ 1982 വരേക്കും ഇന്ത്യ വേണ്ടത്ര റെസ്പെക്റ്റോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെയുള്ള മറ്റു കാര്യങ്ങളോ ഗാന്ധിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഗാന്ധിജിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണോ മോദി സ്റ്റേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ പ്രൈം മിനിസ്റ്റർ സ്റ്റേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്? അറിയില്ല. നമുക്ക് എന്തായാലും അതിന് മുന്നേ ഹിസ്റ്ററിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈംസ് മാഗസീൻ്റെ 3 ടൈമിൽ കവറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഗാന്ധിജി. അതുപോലെ തന്നെ 5 നോബൽ പ്രൈസിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1937, 38, 39, പിന്നെ 1947 1948 അദ്ദേഹത്തിന് നോമിനേഷനിൽ വന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ പുസ്തകങ്ങളുടെ കാര്യം എടുത്ത് നോക്കാം. ഞാനിപ്പോൾ അതിനകത്ത് നമ്മുടെ ലോകസഭ ഡോക്സിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏകദേശം മഹാത്മാഗാന്ധിജി എഴുതിയതും അദ്ദേഹത്തെ പറ്റിയിട്ടുമുള്ള പുസ്തകങ്ങൾ അതിൽ ലിസ്റ്റ് വന്നിരിക്കുന്നതിൽ 1981 വരേക്കും ഉള്ളത് വെച്ചാണ് ഞാൻ പറയുന്നത്. ഏകദേശം 571 പുസ്തകങ്ങളാണ് ഈ സൈറ്റ് വഴി എനിക്ക് കാണാൻ പറ്റിയത്. എന്നാൽ ഈ പറയുന്നത് പോലെ തന്നെ 2000-ലും അധികം പുസ്തകങ്ങൾ ഉണ്ടെന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെനിക്ക് കൃത്യം ഡാറ്റ അറിയില്ലെങ്കിലും ഏകദേശം ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തെ പറ്റി ഒരുപാട് പുസ്തകങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി
ആദ്യത്തെ പുസ്തകം വന്നത് ഏത് വർഷമാണെന്ന് നോക്കാം. 1909 ഗാന്ധിയെ പറ്റിയുള്ള പുസ്തകം വന്നിട്ടുണ്ട്. ആൻഡ് അത് അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമല്ല, അദ്ദേഹത്തെ പറ്റിയിട്ട് ഒരു പ്രീസ്റ്റ് എഴുതിയിട്ടുള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കംപ്ലീറ്റ് കിട്ടിയില്ല, പക്ഷെ എന്നാലും അതാണ് ആ സംഭവം. ഇനി എങ്ങനെയാണ് ഗാന്ധിജി വേൾഡ് ഫേമസ് ആണെന്ന് നമ്മളെല്ലാവരും സ്റ്റേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാർലി ചാപ്ലിൻ 1931 ഗാന്ധിയെ മീറ്റ് ചെയ്തിട്ടുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ തന്നെ ബയോഗ്രഫിയിലുള്ള ഒരു കാര്യമാണ്. ഇനി നമ്മുടെ 1948 ഓഗസ്റ്റ് 15 ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേയുടെ ആനിവേഴ്സറിയിൽ ഗാന്ധിജിയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു ഇന്ത്യൻ സ്റ്റാമ്പിൽ ഫോട്ടോ വരുന്ന രീതിയിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഇന്ത്യനും കൂടെയാണ് ഗാന്ധിജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ കറൻസിയിലും അദ്ദേഹം ഉണ്ട്. 1969 മുതൽ നമ്മുടെ കറൻസിയിലും ഫീച്ചർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് മാത്രമല്ല, ഇനി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 1982 ഇങ്ങനെ ഒരു സിനിമ വരുന്നതിനും ഒരു റീസൺ ഇതൊക്കെ തന്നെയല്ല. അതിന് മുമ്പ് ഒരുപാട് സിനിമകൾ അദ്ദേഹത്തെ പറ്റി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊക്കെ രാഷ്ട്രീയം നല്ല തന്നെയാണ്. മോദിജി എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. പക്ഷേ മേ ബി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ അഭിപ്രായം പറയണം. എനിക്ക് തോന്നിയത് ചിലപ്പോൾ ആ 1982 വരേക്കും ആ സിനിമ ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടാണെങ്കിലും അങ്ങനെ ഒരു സിനിമ വന്നില്ലായിരുന്നെങ്കിൽ ഗാന്ധിയെ പറ്റിയിട്ട് ഇന്റർനാഷണലി അധികം അറിയില്ലായിരുന്നു എന്നുള്ളതൊക്കെ ആയിരിക്കും ചിലപ്പോൾ സ്റ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവുക. എനിവേസ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഇതിൽ രാഷ്ട്രീയമല്ല, പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. അതിനെയെല്ലാം ഒരുപാട് സപ്പോർട്ട് ചെയ്യരുത്. എസ്പെഷ്യലി ഇതിൽ ആ സുജയ അല്ലേ കടന്ന് മെഴുകുന്ന കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂസ് നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് ഇതിൽ നമുക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അതിൽ അവരുടെ ഇൻ്റർപ്രിട്ടേഷൻ വരുന്ന സമയത്ത് അതിനെ വളച്ചൊടിച്ച്, അതായത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള പുള്ളി സ്റ്റേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് മെഴുകാൻ ശ്രമിക്കുമ്പോൾ അതൊരു വ്യക്തി മാത്രമല്ല, ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വലിയ ഹ്യൂമൻ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അത്ര വലിയൊരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ്. സോ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്ത് തരം സ്റ്റേറ്റ്മെൻറ്റിനെയും ഏത് രീതിയിലും നമ്മുടെ രാജ്യത്തെ എങ്ങനെയും ബാധിക്കാം എന്നുള്ള സാമാന്യ ബോധം ഈ പറയുന്ന ജേർണലിസ്റ്റുകളായിട്ടും ഈ പറയുന്ന പോലെ മീഡിയയിൽ നിൽക്കുന്നവർക്കും ഉണ്ടാവണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു പോയിന്റ്. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ആൻഡ് അഗെയിൻ സെയിങ്, നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. കയറി വന്നുകൊണ്ടിരിക്കുകയാണ്, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആർജയും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇറ്റ്സ് ലൈക്ക് എ സ്ട്രഗിൾ. സോ യുവർ സപ്പോർട്ട് വിൽ ബി എ ഗ്രേറ്റ് ഹെൽപ്പ് ഫോർ മീ. താങ്ക് യു. എല്ലാവരും ഹാപ്പി ആയിട്ട് ചില്ലായിട്ട് ചിൽ കുപ്പിച്ചില്ലായിട്ടിരിക്കുക. ആൻഡ് അപ്പൻ ഇസ് സൈനിങ് ഓഫ്.